ഞാൻ പറഞ്ഞത് ഇപ്പോ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇപ്പോ 2.5 വർഷം ഞാൻ മന്ത്രി, 2.5 വർഷം നീ മന്ത്രി എന്ന് പറഞ്ഞിട്ട് 5 വർഷം മന്ത്രി എന്ന ആൾക്കാരില്ലേ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഉറപ്പുകൾ കൊടുക്കുകയും ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്നതും ചരിത്രത്തിൽ നടപടി സംഭവിക്കുന്നതല്ല ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മൂർത്തമായ ഇപ്പോ എം വി ഗോവിന്ദന്റെ ഭാഷയിൽ ഇവിടെ ഒരു മൂർത്തമായ സാഹചര്യം ഉണ്ടാകുന്നു. ആ മൂർത്തമായ സാഹചര്യം എം പിമാർ കേരളത്തിൽ വന്ന് MLA മത്സരിക്കേണ്ടതുണ്ടോ, അത് ജനത്തോട് സന്ദേശം എന്നാണ് സന്ദേശം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നയിക്കുന്ന നേതാവ് പറയുന്നു അത് എന്താണ് കെ സുധാകരൻ സീറ്റ് കൊടുത്താൽ ഞാൻ പ്രതിപക്ഷ നേതൃത്വത്തെ ഒഴിയും എന്നാണ്. അതിലൊരു കാര്യം പറയാം. ഈ MP-മാർ ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന് ആദ്യം പറഞ്ഞ നേതാവാരാണ്? രാജ്ഭവൻ ഉണ്ണിത്താൻ. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞു. അപ്പോ VD സതീശൻ യഥാർത്ഥത്തിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഒരു അർത്ഥം എന്താണ്? ആര് മത്സരിക്കേണ്ടതില്ലെന്നാണ്? ആരെയാണ് അദ്ദേഹം വേണുഗോപാൽ മത്സര രംഗത്ത് വരാതിരിക്കാനാണ് ആദ്യം VD സതീശൻ ശ്രമിച്ചത്. അതിലിപ്പോ ആർക്കാണ്? അതിനെ തുടർന്നാണ് ഇപ്പൊ K സുധാകരന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അഭീഷണി ഒഴിഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പ്ലോട്ട് ഒന്നുകൂടെ പറയാം. കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ ആര് മത്സരിക്കാൻ പോകുന്നു? അടൂർ പ്രകാശ് മത്സരിക്കാൻ പോകുന്നു. രണ്ടുപേരും ജയിച്ചു വരാൻ പോകുന്നു. ഈഴവ മുഖ്യമന്ത്രിയുടെ ആവശ്യം ഉയരുന്നു. അവർ തർക്കം ഉണ്ടാകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? കെ സി എയർ ഡ്രോപ്പ് സംഭവിക്കാൻ പോകുന്നു. കെ സി ജയിച്ചു മത്സരിക്കാൻ അതുകൂടി വെട്ടുകയാണ്. കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കൂടുതൽ MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത്. ഈ പ്ലോട്ടൊന്നും ഓരോരോ സാഹചര്യം രാഷ്ട്രീയത്തിൽ ചെസ് പോലെ ഓരോരോ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടു തന്നെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇനി UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെന്ന് നോക്കിയാൽ അപ്പോഴാണ് ഈ വിസ്മയം, യഥാർത്ഥ വിസ്മയം അപ്പോഴായിരിക്കും. വിസ്മയം എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഇപ്പൊ തന്നെ വിസ്മയ തുമ്പത്താണ് പ്രതിപക്ഷ നേതാവ്. ഇത്രത്തോളം വിസ്മയം കണ്ട ഒരു രാഷ്ട്രീയം ഉണ്ടാവും ഈ 2 ദിവസം കൊണ്ട്. അത്രമാത്രം ഇനിയിപ്പം ഇവിടെ കെ സുധാകരൻ അവിടെ വാർത്താ സമ്മേളനം നടത്തി പൊട്ടിത്തെറിച്ച് സ്വതന്ത്രമായി മത്സരിക്കാൻ 2 ദിവസം അങ്ങനെ പോകും. ഞാൻ പറയുന്നത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി ബാധിക്കുന്നില്ലെന്ന് ഞാൻ ഉറച്ചു പറയാണ്. പിന്നെയും പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം ഇനി ആകെ 10 ദിവസമുള്ളേ. ആ ദിവസം 3 ദിവസം ചാനൽ ചർച്ച ഏതിൽ കിടന്ന് കുരുങ്ങും? കെ സുധാകരൻ കിടന്ന് കുരുങ്ങും. പിന്നെ അവർക്ക് സമയം ഇല്ലാതാവും, സ്ഥാനാർത്ഥികൾക്ക് ഇറങ്ങാൻ സമയം ഇല്ലാതാവും. നമുക്ക് ഈ കണ്ണൂർ എന്തായാലും കെ സുധാകരൻ ഡൽഹി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന് ഈ പട്ടികയിൽ പേരില്ല എന്ന സംഭവം പുറത്തേക്ക് വരാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്കറിയില്ല അന്തിമമായി പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ. പേരില്ല എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തകരൊക്കെ പറയുന്നത്. എന്നാലും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത്? AP അബ്ദുള്ളക്കുട്ടി UDF സ്ഥാനാർത്ഥി 55,427 വോട്ടും, കടന്നപ്പള്ളി രാമചന്ദ്രൻ LDF സ്ഥാനാർത്ഥി 48,894 വോട്ടും, അതുപോലെ UT ജയന്തൻ NDA സ്ഥാനാർത്ഥി 4,568 വോട്ടും നേടി. ഭൂരിപക്ഷം 6,443. ആര് കരകയറി? UDF 2014 നിയമസഭയിലേക്ക് വന്നാലോ സ്കേൻ. അന്ന് സാക്ഷാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ LDF-ന് വേണ്ടി മത്സരിച്ചു. 54,347 വോട്ടുകൾക്ക് അന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ വിജയിച്ചു. അന്ന് മുതലാണ് കടന്നപ്പള്ളി അവിടെ ഒരു ഉറച്ച എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എസ് ഒറ്റ സീറ്റേ ഉള്ളൂ. ആ സീറ്റ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കയറിപ്പോലെ. അപ്പോൾ അന്ന് ഭൂരിപക്ഷം 1196 വോട്ടുകൾ മാത്രമായി ചുരുങ്ങി. അന്നാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ 1196 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അപ്പോൾ ജയിച്ചു. അതാ KG ബാബു എന്ന NDA സ്ഥാനാർത്ഥി 13,215 വോട്ടുകൾക്കാണ് വോട്ടുകൾ നേടി. സതീശൻ പാച്ചേനി 53,151 വോട്ടുകൾ അന്ന് നേടി. KG ബാബു എന്ന NDA സ്ഥാനാർത്ഥി 13,215 വോട്ടുകൾ നേടി. അങ്ങനെ രാമചന്ദ്രൻ കടന്നപ്പള്ളി പിന്നെയും അവിടെ ജയിക്കുന്നു. നേരിയ ഭൂരിപക്ഷത്തിലാണ് 1196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ 26-ാം വയസ്സിൽ സാക്ഷാൽ നായനാരെ തോപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിയ നേതാവ്. അത് ഒരു വിസ്മയമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഇന്ന് കാണുന്ന കടന്നപ്പള്ളി ആവില്ല, ഒരു പഴയ തലമുറ. 2021 എന്താ സംഭവിച്ചത്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ നോക്കുമ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ 60,313 വോട്ടാണ് അദ്ദേഹം നേടിയത്. തൊട്ട് അടുത്ത എതിർ സ്ഥാനാർത്ഥി UDF-ലെ സതീശൻ പാച്ചേനിയായിരുന്നു. 58,568 വോട്ട് സതീശൻ പാച്ചേനിയും. NDA-ക്ക് വേണ്ടി അർച്ചന വണ്ടിച്ചാൽ മത്സരിച്ചു. 11,581 വോട്ടുകൾ നേടി. അന്ന് കടന്നപ്പള്ളിക്ക് കിട്ടിയ ഭൂരിപക്ഷം 1,745-ന്റേതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.